വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ടിൽ സിപിഎമ്മിന് കുരുക്കുമുറുകുന്നു. സ്ക്രീൻഷോട്ട് പങ്കുവച്ച പോസ്റ്റ് സിപിഎം നേതാവും മുൻ എംഎൽഎയുമായ കെ ലതിക പിൻവലിക്കുകയും പ്രൊഫൈൽ ലോക്ക് ചെയ്യുകയും ചെയ്തത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചു. കെ ലതികയെ തള്ളിപ്പറയാൻ സിപിഎം തയ്യാറാകുമോ എന്ന ചോദ്യവുമായി കോൺഗ്രസും രംഗത്തെത്തി. വിവാദമായ സ്ക്രീൻഷോട്ട് കെ ലതിക പങ്കുവച്ചു എന്ന ആരോപണത്തെ തുടർന്ന് ലതികയിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കുകയും അവരുടെ ഫോൺ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേരിലാണ് ആദ്യം ഈ പോസ്റ്റ് വന്നതെന്നാണ് കോൺഗ്രസ് ആരോപണം. വിവാദ സന്ദേശം സിപിഎം അനുകൂല പേജുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പോലീസ് നിരന്തരം ഫേസ്ബുക്കിനോട് ആവശ്യപ്പെട്ടെന്ന് പറയുമ്പോഴും ലതികയുടെ പേജിൽ നിന്ന് സന്ദേശം നീക്കിയിട്ടുണ്ടായിരുന്നില്ല. യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ MSF ജില്ലാ സെക്രട്ടറി PK മുഹമ്മദ് കാസിം പോസ്റ്റ് ചെയ്ത സന്ദേശമെന്ന പേരിലാണ് വ്യാജ സന്ദേശം തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേ ദിവസം പ്രചരിപ്പിച്ചത്. എന്നാൽ കാസിമിന്റെ ഫോണിൽ നിന്ന് ഇത്തരമൊരു സന്ദേശം പോസ്റ്റ് ചെയ്യുകയോ പങ്കിടുകയോ ചെയ്തിട്ടില്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് കെ ലതിക പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തത്. ലതികയുടെ ആ പ്രവൃത്തിയും ചർച്ചയായി. കെ ലതിക പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം CPM അവരെ തള്ളിപ്പറയാൻ തയ്യാറാകണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ 5 ദിവസം നീണ്ടു നിൽക്കുന്ന നേതൃയോഗം നടക്കുന്നതിനാൽ CPM നേതാക്കൾ ആരും വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സ്വാഭാവികമായും CPM മറുപടി പറയേണ്ട വിഷയമായതിനാൽ സ്ക്രീൻഷോട്ട് വിവാദം വരും ദിവസങ്ങളിലും സജീവ ചർച്ചയാകാനാണ് സാധ്യത. അതേസമയം കെ ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. ജനം, കോഴിക്കോട്.